അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 3 ദുറൂസുൽ ഇസ്ലാം ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 3 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്നതിന് മുമ്പ് കൂട്ടുകാർ എല്ലാവരും പാഠഭാഗം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കുക. പാഠഭാഗം നല്ലവണ്ണം മനസ്സിലാക്കിയാൽ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് എളുപ്പമായി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. കോളത്തിൽ ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. 1. പ്രവാചകത്വം ലഭിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്. ഓപ്ഷൻസ് നോക്കൂ. 63, 53, 40. ഏതാണ് ശരിയായ ഉത്തരം? 40 ആണ്. 63-ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. 53-ൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയി. 40-ാം വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകത്വം ലഭിച്ചത്. ഇനി രണ്ടാമത്തത്. കൂട്ടിന് തിരഞ്ഞെടുക്കുന്ന സ്നേഹിതന് ഉണ്ടാവേണ്ട ഗുണം. ഓപ്ഷൻസ്: സൽ സ്വഭാവം, അത്യാഗ്രഹം, അസൂയ. അത്യാഗ്രഹം, അസൂയ ഇത് രണ്ടും ചീത്ത സ്വഭാവങ്ങളാണ്. സൽ സ്വഭാവം. ശരിയായ ഉത്തരം സൽ സ്വഭാവം. 3. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർക്ക് ലഭിക്കുന്നു. ഓപ്ഷൻസ്: സ്വർഗം, നരകം, ശിക്ഷ. നരകം, ശിക്ഷ അതൊക്കെ തിന്മ ചെയ്താലാണ് കിട്ടുക. കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ എന്താണ് കിട്ടുക? സ്വർഗമാണ് കിട്ടുക. വിശ്വസിക്കുകയും വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വേണം. 4. ഖുറൈശികൾ കഅബ പുനർനിർമ്മിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്. ഓപ്ഷൻസ്: 25, 35, 15. ശരിയുത്തരം 35. അഞ്ചാമത്തത്. ഇത് സത്യവിശ്വാസിക്ക് ചേർന്ന സ്വഭാവമല്ല. ഓപ്ഷൻസ്: വിനയം, ക്ഷമ, സ്വാർത്ഥത. വിനയം, ക്ഷമ ഇതൊക്കെ സത്യവിശ്വാസിക്ക് ആവശ്യമായ സ്വഭാവമാണ്. സ്വാർത്ഥത ഇതാണ് സത്യവിശ്വാസിക്ക് ചേർന്ന സ്വഭാവമല്ലാത്തത്. 6. തീ കണ്ടപ്പോൾ നരകത്തെ ഓർത്ത് ബോധം നഷ്ടപ്പെട്ട മഹാൻ. ഓപ്ഷൻസ്: അബ്ബാസ് റളിയല്ലാഹു അൻഹു, റബീ റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു. ശരിയുത്തരം ഏതാണ്? റബീ റളിയല്ലാഹു അൻഹു. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളിൽ ഒരാൾ. ഓപ്ഷൻസ്: ഖദീജ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഖദീജ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ ഇവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ്. ശരിയായ ഉത്തരം ഫാത്തിമ റളിയല്ലാഹു അൻഹ. 8. ഈ ലോകത്ത് അപമാനവും പരലോകത്ത് ശിക്ഷയും ലഭിക്കും. ഓപ്ഷൻസ്: സത്യവിശ്വാസിക്ക്, സദാചാരിക്ക്, മോഷ്ടാവിന്. ചരിത്രം ഏതാണ്? മോഷ്ടാവിന്. 9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ച് മദീനയിൽ വാഹനപ്പുറത്ത് സഞ്ചരിച്ചിരുന്നില്ല. ഓപ്ഷൻസ്: ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ചരിത്രം ഏതാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 10. 7 എന്നാണ് അർത്ഥം. ഓപ്ഷൻസ്: തിസ്അത്തുൻ, ഖംസത്തുൻ, സബ്അത്തുൻ. നമുക്കറിയാം തിസ്അത്തുൻ എന്ന് പറഞ്ഞാൽ 9, ഖംസത്തുൻ എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ ശരിയുത്തരം ഏതാണ്? സബ്അത്തുൻ. സബ്അത്തുൻ എന്ന് പറഞ്ഞാൽ 7. അടുത്ത പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 11. ഒരു കെട്ടിടം പോലെയാണ്. 12. ആദ്യമായി കഅബ നിർമ്മിച്ചു. 13. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. 14. എല്ലാവരും ആടിനെ മേച്ചിരുന്നു. ഇപ്പുറത്ത് നോക്കൂ. എ. വിശ്വാസികളുടെ ഉമ്മമാർ. ബി. പ്രവാചകന്മാർ. സി. സത്യവിശ്വാസികൾ. ഡി. മലക്കുകൾ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 11. ഒരു കെട്ടിടം പോലെയാണ്. ആരാണ്? സി. സത്യവിശ്വാസികൾ. സത്യവിശ്വാസികൾ ഒരു കെട്ടിടം പോലെയാണ്. 12. ആദ്യമായി കഅബ നിർമ്മിച്ചു. ആരാണ്? ഡി. മലക്കുകൾ. മലക്കുകളാണ് ആദ്യമായി കഅബ നിർമ്മിച്ചത്. 13. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ. ആരാണ്? എ. വിശ്വാസികളുടെ ഉമ്മമാരാണ്. 14.
എല്ലാവരും ആടിനെ മേച്ചിരുന്നു. ആരാണ്? ബി. പ്രവാചകന്മാർ. പ്രവാചകന്മാർ എല്ലാവരും ആടിനെ മേച്ചിരുന്നു. സി ഡി എ ബി. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 15. സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖുവൈലിദിന്റെ മകൾ ഡാഷ് ആണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഖദീജ റളിയല്ലാഹു അൻഹ. സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖുവൈലിദിന്റെ മകൾ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. 16. അയൽവാസിയെ ഡാഷ് സത്യവിശ്വാസിയാവുകയില്ല. അവിടെ പൂരിപ്പിക്കേണ്ടത് ബുദ്ധിമുട്ടിക്കുന്നവൻ. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവൻ സത്യവിശ്വാസിയാവുകയില്ല. 17. നബി കുടുംബത്തെ സ്നേഹിക്കലും ഡാഷ് നമ്മുടെ കടമയാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ബഹുമാനിക്കലും. നബി കുടുംബത്തെ സ്നേഹിക്കലും ബഹുമാനിക്കലും നമ്മുടെ കടമയാണ്. 18. ഇടപാടുകൾ നടത്തുമ്പോൾ ഡാഷ് പാലിക്കണം. അവിടെ പൂരിപ്പിക്കേണ്ടത് സത്യസന്ധത. ഇടപാടുകൾ നടത്തുമ്പോൾ സത്യസന്ധത പാലിക്കണം. 19. ഹബ്ബറി ഹുസാറൽ മുസ്നു ഖബല ഡാഷ് മഅൽ ഇൻസാർ. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ മത്തർ. നമുക്കിതൊന്ന് ചേർത്ത് വായിക്കാം. ഹബ്ബറി ഹുസാറൽ മുസ്നു ഖബല അൽ മത്തറി മഅൽ ഇൻസാർ. അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 20. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കൾ എത്ര? ഉത്തരം 4. 21. മാൻകുട്ടി എന്നതിൻ്റെ അറബി പദം എന്ത്? ഉത്തരം ഖഷ്ഫുൻ. 22. നരകത്തിലെ ഭക്ഷണം എന്താണ്? ഉത്തരം കള്ളിമുള്ള്. 23. കഅബയുടെ സമീപം വളച്ചു കെട്ടിയ സ്ഥലത്തിന് പറയുന്ന പേര്? ഉത്തരം ഹിജ്ർ ഇസ്മായിൽ. 24. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏത്? ഉത്തരം വിശുദ്ധ ഖുർആൻ. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 25. നാം ആദരിക്കേണ്ട 4 വിഭാഗത്തിൻ്റെ പേരെഴുതുക. ഉത്തരം നബിമാർ, അഹ്ലുബൈത്ത്, സ്വഹാബത്ത്, വലിയുമാർ. 26. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിക്കാലത്ത് എന്തൊക്കെ ജോലി ചെയ്തു? ഉത്തരം ആടുകളെ മേയ്ക്കുക, കച്ചവടക്കാരെ സഹായിക്കുക. 27. നബി കുടുംബം ലോകത്ത് വ്യാപിച്ചത് ആരിലൂടെ? ഉത്തരം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കളായ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരുടെ സന്താന പരമ്പരയിലൂടെ. 28. അയൽവാസികളോട് നമുക്കുള്ള കടമകൾ ഏതൊക്കെ? ഉത്തരം അയൽവാസികളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വിഷമമുണ്ടാകുന്ന ഒന്നും ചെയ്യരുത്. ഇനി അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 29. സ്വർഗം. ഇതിനെക്കുറിച്ച് നമുക്ക് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാം. അപ്പം നോക്കൂ, ഉദ്ദേശിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഇടമാണ് സ്വർഗം. വിവിധ വർണ്ണങ്ങളിലും രുചികളിലുമുള്ള പഴങ്ങൾ, ഹൃദ്യമായ ഭക്ഷണങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങൾ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ, ഹൂറുൽ ഐൻ എന്ന സ്വർഗീയ സുന്ദരികൾ, ഭംഗിയുള്ള വസ്ത്രങ്ങൾ, മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങൾ, പ്രൗഢിയുള്ള വാഹനങ്ങൾ, മുത്തുമണികൾ പോലെയുള്ള കുട്ടികൾ. വേണ്ടതെല്ലാം അവിടെ ലഭിക്കും. അവിടെ ദുഃഖമില്ല, സന്തോഷം മാത്രം, ഭയമില്ല, സമാധാനം മാത്രം, രോഗമില്ല, ആരോഗ്യം മാത്രം, മരണമില്ല, ശാശ്വതമായ ജീവിതം. ഇതിനെല്ലാം പുറമെ അല്ലാഹുവിൻ്റെ ലിഖാ. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.